ഹലോ ട്രാവലിംഗ് മെമ്പേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ട്രാവൻകൂർ കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കാർത്തിക് സൂര്യയുടെ വെഡ്ഡിങ് റിസപ്ഷൻ. അപ്പം പ്രാക്ടീസ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ റിസൾട്ട് ഇന്നാണ് കേട്ടോ അറിയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്തി, 8 മണിക്ക് എത്താൻ പറഞ്ഞു. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ 9 മണിയായി. കാർത്തിക് വരും, എന്തോ വ്ളോഗ് ചെയ്യുന്നുണ്ട്, അപ്പം നമ്മളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് രാവിലെ എത്തി. സ്റ്റേജിൻ്റെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏകദേശം ആയി, ഇനി കുറച്ചുകൂടെ എങ്ങാണ്ടൊക്കെ ഉള്ളൂ. ഫൈനൽ റിസൾട്ട് സ്റ്റേജിൻ്റെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കാർത്തിക്കിൻ്റെ സ്റ്റേജിൻ്റെ ഫൈനൽ റിസൾട്ട്. ലൈറ്റിൻ്റെ സംഭവം തന്നെ, ലൈറ്റിൻ്റെ ഒരു ബഹളം, ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കിട്ടില്ലാണ്. എന്തായാലും കാർത്തിക് വരാനുള്ള ടൈമായി. എന്തൊരുടാ ഇത്, നമ്മളിവിടുത്തെ ബജറ്റിലൊക്കെ നിൽക്കൂടെ? എന്തൊരുടാ പള്ളി കാണിച്ചു കൊടുക്കാനോ? ഇല്ല, അവര് ഡെക്കോർ കിടിലാക്കി തരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് അടിപൊളി. നിങ്ങൾ ശരി പ്രാക്ടീസ്, ബാക്കി പ്രാക്ടീസ് തുടങ്ങിയില്ലേ? ഞങ്ങൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു. എൻട്രി ഡാൻസിന് റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്നൊരു ലോട്ടസ് എൻട്രിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവരുടെ തീം ലോട്ടസ് ആയതുകൊണ്ട് ഞങ്ങളും കയ്യിൽ ഒരു ലോട്ടസ് വെച്ചൊരു എൻട്രി ചെയ്യാമെന്ന് കരുതി. 6 ഗേൾസും 4 ബോയ്സുമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ എൻട്രിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല, എൻട്രി നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാരണം ആ ലൈറ്റിങ്ങും സ്റ്റേജിൻ്റെ ഡെക്കറൊക്കെ കിഡിലുമായിരുന്നു. എൻട്രിയുടെ ആ ഒരു ടൈമിൽ ഹെവി ആയിരുന്നു. സത്യം കാർത്തിക് പറയുന്നുണ്ടായിരുന്നു, ഒരു രാജകീയ എൻട്രി, ബാഹുബലിയുടെ സെറ്റിലൊക്കെ പോയതുപോലത്തെ ഒരു ഫീലായിരുന്നു എന്നൊക്കെ. അങ്ങനെ തന്നെയായിരുന്നു, നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു. എൻട്രി കഴിഞ്ഞിട്ട് നമുക്ക് 3 പെർഫോമൻസാണ് ചാർട്ടിൽ വന്നത്. പിന്നെ 2 പെർഫോമൻസും ഫാമിലിയുടെയും കാർത്തിക്കിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 എണ്ണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പെർഫോമൻസ് ഇതൊക്കെയാണ്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാർത്തിക്കിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ഞാനും ദിവച്ചുകൊണ്ടും കൂടെ സ്റ്റേജിൻ്റെ അപ്പുറം നിൽക്കുകയായിരുന്നേ. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആവുമെന്നൊക്കെ. പക്ഷേ അടിപൊളിയായിട്ട് എല്ലാവരും ആൻറ്റിമാരായാലും അങ്കിൾമാരായാലും പിന്നെ പിള്ളേരായാലും എല്ലാവരും, കാർത്തിക്കിൻ്റെ വർഷ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ഫുഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിവിശാലമായ ഷോറൂം എന്നൊക്കെ പറയാം. അത്രയ്ക്ക് വലിയൊരു ഏരിയ ആയിരുന്നു. നോർമലി നമ്മൾ ഇവിടെ ട്രാവൻകൂറിൽ വർക്കിന് വരുമ്പോൾ ടൈം വന്നിട്ടുണ്ട്, ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫുഡ് ഏരിയ ഇത്രയും വലുതായിരുന്നില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ഹോളുണ്ട്, അതിനകത്ത് തന്നെയാണ് ഫുഡ്. പക്ഷേ ഇത് ഭയങ്കര തന്നെ കേട്ടോ, വിശാലമായിട്ട് ആരും നിന്ന് മെനക്കിടേണ്ട, എവിടെ ഇരുന്ന് വേണോ കഴിക്കുക, അത്രയ്ക്ക് വലിയൊരു ഏരിയ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ നന്ദുവിനെ കാണാൻ, നന്ദുവിനെ കണ്ടില്ല, എവിടെയോ ഉണ്ട്, പോയി ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴത്തേനും കാർത്തിക്കിൻ്റെ ചെണ്ടമേളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ കാർത്തിക്കിൻ്റെ ചെണ്ടമേളമൊക്കെ കണ്ടു.
അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു കിട്ടില്ല റിസപ്ഷനായിരുന്നു. ഈ ഇടയ്ക്കൊന്നും ഇങ്ങനൊരു വർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ കിട്ടില്ല ഒരു വർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലായിടത്തും യാത്ര പറയാൻ വേണ്ടി വന്നു. ശരണ്യനെയും ഗംഗനെയൊക്കെ കണ്ടു. തെറ്റാണ് കളിക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ മാസ്റ്റേഴ്സിനെ കാണുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. വെറുതെ കേട്ടോ പൊളിച്ച് എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ വാരി വിതറി. അത് എൻ്റെ മാസ്റ്റർ പറഞ്ഞു ഒന്നും അതിൽ മണ്ടനെ പോലെ ചിരിച്ചോണ്ടിരുന്നു സ്റ്റെപ്പിടാൻ പറഞ്ഞു. നല്ല പൊളിയാണ്. താങ്ക്സ് ചേച്ചി, താങ്ക് യു. കേൾക്കാൻ തന്നെ സന്തോഷം. കല്യാണത്തിന് വിളിക്കുന്ന ഡാൻസ് ഓക്കെ, ഓഫ് കോഴ്സ് വിളിക്കാം. കഴിച്ചായിരുന്നോ? കഴിച്ചു. ഓക്കെ, ശരി. ഇപ്പോൾ പോവാണോ? ഇറങ്ങുന്നുണ്ട്, പിള്ളേരൊക്കെ ഉണ്ടാക്കണം. ശരി ശരി. പോവാണോ? കാണാം, എവിടെയെങ്കിലും വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ കാർത്തിക് സൂര്യയുടെ റിസപ്ഷൻ വർക്കിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വർക്കല്ല കേട്ടോ, നമ്മുടെ ഫാമിലിയിലെ ഒരു കല്യാണം പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. അവരെല്ലാവരും അങ്ങനെയായിരുന്നു, നല്ല അടിപൊളി ആൾക്കാരായിരുന്നു എല്ലാവരും. കാർത്തികായാലും അവരെ അച്ഛനായാലും അമ്മയായാലും ഫ്രണ്ട്സായാലും ഫാമിലീസ് എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്